സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ് ഗൈസ്. മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് വെറുതെ എന്തെങ്കിലും ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് അതങ്ങ് നടക്കുന്നതാണെന്ന്. അത് മാനിഫെസ്റ്റേഷൻ അല്ല, അതിന് ശുദ്ധ കഴപ്പെന്നേ പറയുള്ളൂ. സംഭവം മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും വിഷ്വലൈസ് ചെയ്യണം. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ചുകൂടി എഫേർട്ടും കൂടി ഇടണം. നമ്മൾ ഇപ്പോൾ നമ്മളൊരു ബ്രാൻഡ് തുടങ്ങുകയെന്ന് വിചാരിക്കുക. നമ്മൾ ബ്രാൻഡ് തുടങ്ങുകയാണെന്നെങ്കിൽ നമ്മളതിന് വിഷ്വലൈസ് ചെയ്യുക. നമ്മളൊരു ബ്രാൻഡ് തുടങ്ങുന്നത് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ആയിരിക്കട്ടെ, ഇപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളത് തുടങ്ങുന്നതൊന്ന് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് പിന്നെ അത് തുടങ്ങാനുള്ള സാധനങ്ങൾ എന്തൊക്കെ, അതിന് വേണ്ടി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ എന്നുള്ളതിലേക്കൊക്കെ കുറച്ച് എഫേർട്ട് ഇടുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എപ്പോഴാണ് ഇത് തുടങ്ങാൻ വിചാരിക്കുന്നത്, അല്ല ആരെങ്കിലും എപ്പോഴാണെന്ന് വിചാരിക്കുക. അത് പിന്നെ അവരെ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് കാണരുത്, അവർ ഫൗണ്ടേഴ്സായിട്ട് കാണുക. അങ്ങനെയൊക്കെ വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവന്ന് റിയാലിറ്റി ആക്കി എടുക്കുന്നതിനാണ് ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ വെറുതെ വിഷ്വലൈസ് ചെയ്തത് ഇവിടെ വെക്കാനുള്ളതല്ല കേട്ടോ. സോ ഞാൻ വെറുതെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതേ ഉള്ളൂ, നല്ല സ്ഥലമൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എടുക്കുക. പിന്നെ ഇതിനോട് കുറച്ചുകൂടി ഈ മാനിഫെസ്റ്റേഷനൊക്കെ കുറച്ച് വർക്കാൻ വേണ്ടി നമുക്ക് വിഷനറീസ് ഉണ്ട്, വിഷൻ ബോർഡ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വാൾപേപ്പർ ആക്കിയൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെക്കാം. നമ്മൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെയൊക്കെ ചെയ്യാം. ഇല്ലെങ്കിലും നമ്മൾ വിഷ്വലൈസ് ചെയ്താലും മതി. സോ ദാറ്റ്സ് ഇറ്റ്. അത് പറയാൻ വേണ്ടിയാണ് വന്നത്. ഓക്കെ, ബൈ.